ഈശോയിൽ പ്രിയം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്ലിഹാകാലത്തിൻ്റെ 7ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക. ഇതിൽ ഈശോയുടെ ആദ്യ വാക്കുകൾ തന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വാക്കുകൾ അനുസരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആഫ്രിക്കയിലെ റിവാണ്ട സ്വദേശിയായ ഇമാക്കുലി ഇൽഗബിസയുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ കോളേജ് പഠനകാലത്ത് ഇമാക്കുലി ഈസ്റ്റർ അവധിക്ക് വേണ്ടി തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. റിവാണ്ടയിൽ കലാപ സാഹചര്യങ്ങൾ, വംശഹത്യക്കുള്ള ആഹ്വാനങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമാക്കുലി തൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പലയിടങ്ങളിലും കരച്ചിലുകളും നിലവിളികളും അവൾ കേൾക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഇമാക്കുലിയുടെ അപ്പൻ തൻ്റെ കൈകളിലുള്ള ജപമാല നൽകിക്കൊണ്ട് ഇമാക്കുലിയോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന്, തൊട്ടടുത്തുള്ള പാസ്റ്ററുടെ സങ്കേതത്തിൽ അഭയം പ്രാപിക്കണമെന്ന്. പിന്നീട് അപ്പൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. ചുറ്റും കലാപങ്ങളാണ്. അന്നാണ് ഇമാക്കുലി തൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും അവസാനമായി കണ്ടത്. അവർ ആ പാസ്റ്ററുടെ വീട്ടിൽ ചെന്നെത്തുമ്പോൾ അവർക്ക് അഭയം പ്രാപിക്കാനായിട്ട് ലഭിക്കുക ഒരു ചെറിയ ശുചീകരണ മുറിയാണ്. അവിടെ അവളോടൊപ്പം മറ്റ് 7 സ്ത്രീകളുണ്ടായിരുന്നു. 8 പേര് 3 കാൽപാദം മാത്രം നീളവും 4 കാൽപാദം മാത്രം വീതിയുമുള്ള ആ മുറിയിലെ 91 ദിവസം, അതായത് ഏതാണ്ട് 3 മാസത്തോളം അവർ ഒരുമിച്ച് അവിടെ കൂടുകയാണ്. തീർത്തും നിരാശകരമായ അവസ്ഥ. അല്പമൊന്നും കാല് നീട്ടാൻ പോലും സാധിക്കാത്ത അവസ്ഥ. തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയൊക്കെ കൊലയാളികളോട് എന്തെന്നില്ലാത്ത തീരാത്ത പകയുമായിട്ട് അവൾ നിൽക്കുകയാണ്. അപ്പോഴാണ് അവൾ ഒരു കാര്യം ഓർക്കുക, തൻ്റെ അപ്പൻ അവസാനമായി തനിക്ക് നൽകിയ ജപമാലയെക്കുറിച്ച്. ആ ജപമാല എടുത്തുകൊണ്ട് അവൾ വീണ്ടും പ്രാർത്ഥിക്കാനായി തുടങ്ങുകയാണ്. ആ പ്രാർത്ഥനയിലെ മറ്റുള്ളവരോട് ക്ഷമിക്കണമേ എന്ന ഭാഗം അവൾക്ക് ആവർത്തിച്ചിട്ടും ചൊല്ലാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും ആ ജപമാല ചൊല്ലാനായിട്ട് അവൾ പരിശ്രമിക്കുമ്പോഴും അവളുടെ ഉള്ളിലേക്ക് എന്തെന്നില്ലാത്തൊരു ചിന്ത കടന്നു വരികയാണ്. ക്രിസ്തുവിൻ്റെ വചനം തങ്ങളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാൻ പറയുന്ന ആ വാക്കുകൾ. ആ 3 മാസത്തിന് ശേഷം അവൾ വീണ്ടും തൻ്റെ ഭവനത്തിലുള്ളവരുടെയൊക്കെ കൊലയ്ക്ക് കാരണമായ ആ മനുഷ്യനെ ജയിലിൽ വന്ന് കണ്ടുമുട്ടുന്നുണ്ട്. ലജ്ജാഭാരത്താലും നിരാശയാലൊക്കെ നിൽക്കുന്ന ആ മനുഷ്യനെ നോക്കിയിട്ട് അവൾ പറഞ്ഞത് 2 വാക്കുകളാണ്, ഐ ഫൊർഗീവ്, ഞാൻ ക്ഷമിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്രകാരമൊക്കെ ചെയ്യാൻ സാധിക്കുക? നമുക്ക് വേറൊരു നിയമമുണ്ട്. ക്രിസ്തു നമുക്ക് നൽകുന്നത് ഒരു പുതിയ നിയമമാണ്. കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നൊക്കെ പറയുന്ന ഒരു നിയമത്തെയല്ല ദൈവം നമുക്ക് കാണിച്ചു തരിക. 1 മൈല് നടക്കാൻ പറഞ്ഞവനോട് 2 മൈല് കൂടെ നടക്കാൻ പറഞ്ഞ ഒരു സ്നേഹം നമുക്കുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ആത്മാവിനെ, ഒരു സഹായകനെ നൽകുമെന്ന് പറയുകയാണ്. ഈശോ പല മാത്രയിൽ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് താൻ സഹിക്കുമെന്നും മരിക്കുമെന്നും ഒക്കെ. തൻ്റെ സഹനവും മരണവും ഒക്കെ ഏതാണ്ട് അടുത്തുവെന്ന് ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞപ്പോൾ ആ ശിഷ്യന്മാരുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു അസ്വസ്ഥത എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. നിറങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ആ ഗുരു തങ്ങളെ വിട്ടു പോകുമ്പോൾ വീണ്ടും ആദ്യം മുതലേ തുടങ്ങണമെന്നുള്ള ചിന്തയൊക്കെ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ഈ ഒരു സാഹചര്യത്തിൽ ഈശോ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന്. നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു സഹായകൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വാഗ്ദാനം അവിടെ നൽകുകയാണ്. 2000 വർഷം മുമ്പ് സഭ സ്ഥാപിക്കപ്പെട്ടെങ്കിൽ, ഇന്നും സഭ തുടരുന്നുണ്ടെങ്കിൽ, സഭ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇനിയും സഭ തുടരാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഈശോയുടെ മരണശേഷം ബലഹീനരും നിസാരരും ഭയപ്പെട്ടൊക്കെ ജീവിക്കുന്ന ശിഷ്യന്മാരെയാണ് നമുക്ക് കണ്ടുമുട്ടുക. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് പ്രവേശിച്ച നിമിഷം മുതൽ അവരൊരു പുതിയ മനുഷ്യരായി തീരുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി അവർ ജീവിതം പോലും കൊടുക്കാൻ അത്രമാത്രം അവർ ധൈര്യം ഉള്ളവരായി തീർന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിന് മുന്നോടിയായുള്ള ആദ്യ ഗ്രന്ഥ വായനയിലെ സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലെ മോശയ്ക്ക് തൻ്റെ ദൗത്യം ദുഷ്കരമായപ്പോൾ
70 പേരിലേക്ക് ആത്മാവിനെ പകർന്നുകൊണ്ട് തൻ്റെ ദൗത്യം വീണ്ടും തുടരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വീണ്ടും 1 സാമുവേൽ 16-ാം അധ്യായത്തിലെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താകുമെന്ന് സാവൂൾ എന്ന മനുഷ്യനിലൂടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ആ 70 പേരെ പോലെ സുവിശേഷത്തിന് വേണ്ടി ആത്മാവുമായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ആത്മാവ് നഷ്ടപ്പെട്ട ആ മനുഷ്യന്റെ അവസ്ഥയിലൂടെയാണോ നാം കടന്നു പോകുന്നത്? ആത്മാവിനാലെ നാം നയിക്കപ്പെടുന്നവരാണെങ്കിലേ വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് 5-ാം അധ്യായത്തിലൂടെ പറയുന്നത് പോലെ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ആനന്ദത്തിന്റെയും ക്ഷമയുടെയും അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ 9 ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. നമ്മെ സഹായിക്കാനായിട്ട് ആത്മാവിനെ നൽകുമെന്ന് പറഞ്ഞവൻ തന്നെ മറ്റൊരു വചനം കൂടി ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് ലോകത്തിന് സാധിക്കുകയില്ലെന്ന്. ഒരു പക്ഷേ നമ്മളെയൊക്കെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു വചനഭാഗവും ആശ്വസിപ്പിക്കേണ്ട ഒരു വചനഭാഗവും അത് തന്നെയായിരിക്കണം. ആത്മാവിനാല് നാം നയിക്കപ്പെടുന്നെങ്കിലേ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെന്നില്ലാത്തൊരു ബലം നമ്മൾക്ക് ലഭിക്കും. ഒരു പക്ഷേ ലോകത്തിന്റെ ആത്മാവിലൂടെയാണ് നാം നയിക്കുന്നതെങ്കിലേ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തോൽവിയും അതുതന്നെയായിരിക്കും. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിന്റെ ആത്മാവിനെ വഹിക്കാതെ നമുക്ക് എങ്ങനെയാണ് ക്രിസ്ത്യാനിയായി തുടരാൻ സാധിക്കുക? ഇന്നേ ദിവസം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിനാല് നയിക്കുന്നവരായി നമുക്ക് മുന്നേറാനായി പരിശ്രമിക്കാം. അവിടുന്ന് നമ്മിലേക്ക് നൽകിയ ആ ചൈതന്യത്തെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ പിടിക്കാം. പരിശുദ്ധ മറിയം നമുക്കൊരു മാതൃകയാണ്. അവൾ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവാത്മാവിനെ സ്വീകരിക്കാൻ അവൾ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.